അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത്. സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, ആ 2 റക്അത്ത് സുന്നത്തിന്റെ ശേഷം ഒന്ന് കിടക്കൽ സുന്നത്തുണ്ട്. കിബിലക്ക് മുന്നിട്ടുകൊണ്ട് മുഖവും ശരീരത്തിന്റെ മുൻഭാഗവും കിബിലയുടെ ഭാഗത്തേക്ക് ആക്കി വലത് ഭാഗത്തിന്റെ മേലിൽ തല വടക്ക് ഭാഗത്തേക്ക് വെച്ചുകൊണ്ട് ഒന്ന് ചെരിഞ്ഞു കിടക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ്. ഖബറിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളെ കൊണ്ടുപോയി വെക്കുന്ന അതേ രൂപത്തിൽ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമസ്കരിച്ച സ്ഥലത്ത് സൗകര്യപ്പെടുമെങ്കിൽ അവിടെ തന്നെ കിടക്കുക. അവിടെ സൗകര്യപ്പെടുന്നില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തിലേക്ക് നീങ്ങി അവിടെ കിടക്കുക. അത് നിസ്കാരം, ഈ സുന്നത്ത് നിസ്കാരവും സുബഹിയുമൊക്കെ ഖളാ വീട്ടുകയാണെങ്കിലും സുന്നത്തുണ്ട്. ഇനി സുബഹിന്റെ മുമ്പുള്ള സുന്നത്തിനെ സുബഹിന്റെ ശേഷം നിസ്കരിക്കുന്നതിന് വേണ്ടി പിന്തിക്കുകയാണെങ്കിലും അത് സുന്നത്തുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളെ തുഹഫയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കിടക്കുന്ന സമയത്ത് അവൻ ഒരു ദിക്ർ ചൊല്ലാനുണ്ട്. اللهم رب جبريل وميكائيل وإسرافيل وعزرائيل وعملة العرش ومحمد صلى الله عليه وسلم أجرني من النار سبعا. 7 പ്രാവശ്യം പറയാം. اللهم رب جبريل وميكائيل وإسرافيل وعزرائيل وحملة العرش ومحمد صلى الله عليه وسلم أجرني من النار എന്ന് 7 പ്രാവശ്യം. പിന്നെ اللهم أدخلني الجنة എന്ന് 7 പ്രാവശ്യം പറയണം എന്ന് ഫതുൽ മുഈനിന്റെ ഇആനത്ത് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അതേ പ്രകാരം തന്നെ അതിനുശേഷം സുന്നത്തുള്ള ചില അദ്കാറുകളുണ്ട്. ബഹുമാനപ്പെട്ട തുർമുദിൽ ഹക്കീം എന്ന് പറയുന്ന മഹാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പല മഹാന്മാരും സ്വപ്നം കണ്ടതായി ഈ കിതാബുകളിൽ കാണാം. ബഹുമാനപ്പെട്ട തുർമുദിൽ ഹക്കീം എന്നവർ പറയുന്നു, പല പ്രാവശ്യമായി ഞാൻ അല്ലാഹുവിനെ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ ചോദിച്ചു, യാ റബ്ബി ഇന്നി അഖാഫു സവാലൽ ഈമാനി, എന്റെ ഈമാന് നീങ്ങിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ സുബഹിയുടെ ഫർദിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിന്റെയും ഇടയിൽ ഇനി പറയാൻ പോകുന്ന ദിക്ർ ചൊല്ലിയാൽ, പ്രാർത്ഥന നടത്തിയാൽ മതി എന്ന് അള്ളാഹു എന്നോട് കൽപ്പിച്ചു. ഈമാൻ നീങ്ങിപ്പോവുക എന്നത് ഭയപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. മഹാന്മാരൊക്കെ അത് ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇത് സുബഹിസ്കാരത്തിന്റെ മുമ്പുള്ള, സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഈ ദിക്ർ ചൊല്ലി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഒരു പ്രാർത്ഥനയാണ്. യാ ഹയ്യു യാ ഖയ്യൂമു യാ ബദിഅസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ഇല്ലാ അൻത അസ്അലുക അൻ തുഹിയ ഖൽബി ബിനൂരി മഅരിഫതിക യാ അല്ലാഹ് യാ അർഹമർ റഹീമീൻ. ഇത് 3 പ്രാവശ്യം പറയാം. യാ അല്ലാഹ് യാ അർഹമർ റഹീമീൻ. ഇത് പ്രാർത്ഥിച്ചാൽ ഈമാന് നീങ്ങിപ്പോവുകയില്ല, ഈമാന് സ്ഥിരത കിട്ടും. മുസ്ലിമായിട്ട് മരിക്കാൻ ഇത് അത്യാവശ്യമാണ് എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഇതിന്റെ കൂടെ തന്നെ സുബഹിയുടെ സുന്നത്തിന്റെയും ഫർദിന്റെയും ഇടയിൽ വിശാലത, ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവാൻ, ദാരിദ്ര്യം നീങ്ങിപ്പോകുന്നതിന് വേണ്ടി, ഐശ്വര്യമുണ്ടാകുന്നതിന് വേണ്ടി വളരെയധികം മഹാന്മാര് പരീക്ഷണം നടത്തിയിട്ട് മുജറബത്താണ്, അതിൽ ഞങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടെന്ന് ആരിഫീങ്ങളിൽപ്പെട്ട പല മഹാന്മാരും പറഞ്ഞതായി ഫതുൽ മുഈനിന്റെ ഇആനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന കിതാബിൽ കാണാം. 2 ദിക്റുകൾ. ഇത് സാധിക്കുന്നവരൊക്കെ പതിവാക്കി നോക്കിയാൽ
അവരുടെ ജീവിതത്തിൽ തന്നെ സാമ്പത്തികമായി നേട്ടമുണ്ടാകും. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. സുബൈന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം സുബൈന്റെ മുമ്പ് 100 പ്രാവശ്യം ചെല്ലാം. 2, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം അസ്തഗ്ഫിറുല്ലാഹ് 100 പ്രാവശ്യം സുബൈന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ ശേഷം. ഇത് രണ്ടും ചൊല്ലി തീർത്തതിന് ശേഷം സുബൈ നിസ്കരിക്കുക. ഇങ്ങനെ ഒരാൾ പതിവാക്കിയ, ചിലപ്പോ ഇഖാമത്ത് കൊടുത്ത് ജമാഅത്തിൽ പങ്കെടുക്കാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ സുബൈ കഴിഞ്ഞതിന് ശേഷം ചൊല്ലാം. ഇങ്ങനെ ഒരാൾ പതിവാക്കിയാൽ അയാൾക്ക് വലിയ പുണ്യമാണ്. അതിന്റെ പുറമെ അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല, ഐശ്വര്യം അയാൾക്ക് ലഭിക്കുമെന്ന് വിവിധ കിതാബുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന്, ഫത്ഹുൽ മുഈനിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായി ആനത്തു താലിബീൻ എന്ന കിതാബിൽ തന്നെ നോക്കിയാൽ ഇത് കാണാൻ സാധിക്കും. അപ്പൊ ഇതുകൂടി സുബൈന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തോടു കൂടെ പതിവാക്കുന്നത് നല്ലതാണ് എന്ന് എന്റെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളോട് ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവ് നമ്മളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ലഭ്യമാവാൻ ഇത് അവരിലേക്ക് കൂടി കൈമാറണം എന്ന് പ്രത്യേകം നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ ഈ ചാനലിലുള്ള എല്ലാവർക്കു വേണ്ടിയും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു വിജയികളുടെ കൂട്ടത്തിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. വിജയികളുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.